അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളിസിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫിറ്റിങ്സിൻ്റെ അങ്ങനെയുള്ള ചെറിയ വർക്കുകളാണ് ഉണ്ടായിരുന്ന വണ്ടിക്ക്. നമ്മൾ റെഗുലർ സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 2 വർഷത്തോളമായി നമ്മൾ തന്നെ സർവീസ് ചെയ്യുന്ന വണ്ടിയാണിത്. സിംഗിൾ ഓണർ വണ്ടി, അതേപോലെ ഒരു ഹാൻഡിൽ ഓടിയ വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച്. ജനറൽ സർവീസും അതുപോലെ തന്നെ ചെറിയ ചെറിയ മെക്കാനിക്കൽ ഇഷ്യൂസ്, സ്റ്റാർ ജോയിൻറ്റ് മാറുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് റീസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഫുൾ പോളിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുൾ പോളിഷും അതുപോലെ വാക്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ഉള്ളിൽ നമുക്കൊരു സീറ്റിൻ്റെ ഓൾട്രേഷൻ വർക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റിൻ്റെ ഓൾട്രേഷൻ വർക്ക്, അതുപോലെ തന്നെ മീറ്ററിൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ സ്റ്റിയറിംഗ് എല്ലാ വീലും നമ്മൾ ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കും നമ്മൾ ചെയ്തു വെച്ച വണ്ടിയാണിത്. ഇൻറ്റീരിയർ വർക്കും നമ്മൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സീറ്റിൻ്റെ ഒക്കെ നേരത്തെ ഇതിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ ഒരു ഇന്നോവയുടെ സീറ്റ് അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നു, ഭയങ്കര ഹൈറ്റും കാര്യങ്ങളും. അതൊക്കെ മാറ്റി നമ്മൾ RSൻ്റെ ഒറിജിനൽ സീറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ സീറ്റും നമ്മൾ മാറ്റി RSൻ്റെ തന്നെ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ട് റൈറ്റ് സൈഡ് മാത്രം RSൻ്റെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സർവീസിന് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സീറ്റും നമ്മൾ RSൻ്റെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഇഷ്യൂ ഇതിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഒരു കടകടാന്നൊരു സൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡിൻ്റെ ബുഷ് കട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്റ്റെബിലൈസർ ലിങ്ക് റോഡായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെയും കുറച്ച് അത്യാവശ്യം മെക്കാനിക്കൽ വർക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും ഈ ഭാഗത്തൊരു തട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തട്ടിയിട്ട് ഈ ബമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇളകി പുറത്ത് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബമ്പർ ഇളകി, അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഫോഗ് ലാമ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലൂസായി ഇടിച്ചതിൻ്റെ ഇതിൽ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസോൾവ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ലെവലിൽ തന്നെ ബമ്പറെല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ബോഡിയിലേക്കൊന്നും ഡാമേജ് ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട് ബമ്പർ പൊട്ടി അതങ്ങനെ ആയി, മറ്റേ താഴെ വീണുപോയി. പക്ഷേ എൻ്റെ ഒരു ഭാഗത്തിന് സ്കേർട്ടിലോ കാര്യങ്ങളോ ഒന്നും ഡാമേജ് ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് അത് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് കസ്റ്റമർ പറഞ്ഞാൽ. ആ രീതിക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഫുള്ളായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതേപടി കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഫോഗ് ലാമ്പ് നല്ലവണ്ണം ഇളകിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കോളിസിൽ മെയിനിൽ നമുക്ക് സർവീസിന് 5000 കിലോമീറ്റർ സർവീസ്, സിന്തറ്റിക് ഓയിലാണ് ഒഴിക്കുന്നതെങ്കിലും 5000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കോളിസ് പുറത്തിരിക്കും. ഇന്നോവ അങ്ങനെയുള്ള വണ്ടികൾക്ക് നമുക്ക് 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യാൻ നോ പ്രോബ്ലം. പക്ഷേ കോളിസിന് നമുക്ക് 5000 തന്നെ ചെയ്യണം. എന്താ വെച്ചാൽ എന്നാലേ നമുക്ക് ആ എഞ്ചിനൊരു ലൈഫ് കിട്ടുള്ളൂ. പിന്നെ സർവീസിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോളിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ ഹിഞ്ചസുകളെല്ലാം ലൂബ് ചെയ്യുക. ഈ സൈഡ് മുകളിൽ അത് ആ ഒരു ഹിഞ്ചസ് ലൂബിങ് ആണ് മെയിനായിട്ട് സർവീസിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോളിസിൽ. അല്ലാത്ത പക്ഷം കോളിസ് ഓടിക്കുമ്പോൾ മൊത്തത്തിൽ കറക്കാൻ മുറുക്കാൻ സൗണ്ടുകൾ ഉണ്ടാകും. അതേപോലെ നമ്മൾ ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് മെയിനായിട്ട് സർവീസിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ എല്ലാ വണ്ടികളിലും അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യും. എല്ലാ ഹിഞ്ചസുകളും ലൂബ് ചെയ്ത് ഗ്രീസ് ചെയ്ത് സെറ്റാക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം എപ്പോഴും വരാം. മെയിനായിട്ട് നമുക്ക് വരുന്നത് ഡിക്കിയിലാണ്. ഡിക്കിയുടെ ഹിഞ്ചസിൽ ഈ രണ്ട് സ്റ്റോപ്പർ വരും. ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് 2 സ്റ്റോപ്പർ വരും. ആ സ്റ്റോപ്പറിലാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത്. കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്ന് ഗ്രീസിൻ്റെയോ അല്ലെങ്കിൽ ഓയിലിൻ്റെ അംശം ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഹിഞ്ചസിൽ നമ്മുടെ ഒരു മെറ്റൽ പാർട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡിക്കി കിടന്നിട്ട് ഇങ്ങനെ ഇളകുമ്പോൾ കിറുക്കുന്നൊരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നല്ലവണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ സർവീസിലും നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്കിയിൽ ഫുള്ളായിട്ട് ലൂബ് ചെയ്ത്, ഡിക്കിയിൽ മാത്രമല്ല എല്ലാ ഡോറിലും കറക്റ്റായിട്ട് ലൂബ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സൗണ്ട്, ബോഡി സൗണ്ട് ഹെവി ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു ഇത് ചെയ്താൽ തന്നെ എല്ലാ ഡോറും ലൂബ് ചെയ്ത് എല്ലാം സെറ്റാക്കിയാൽ തന്നെ സർവീസ് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് ഒരു ഒച്ചപ്പാടോ ബഹളമൊന്നും ഉണ്ടാവില്ല. നീറ്റായിട്ട് നമ്മൾക്ക് എന്താ പറയുക, വണ്ടി റൺ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക ഫീല് തോന്നും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. അതേപോലെ തന്നെ എഞ്ചിൻ റൂമിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സർവീസിലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബോണറ്റ് ഹിഞ്ചസ് ലൂബിങ് ആണ്. ആ ലൂബിങ് എന്തായാലും ചെയ്യണം. ഇത് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ. ബോണറ്റ് ഹിഞ്ചസ് ലൂബ് ചെയ്യണം. അതേപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ അഴിച്ചിട്ട് അതിലേക്ക് WD-40 ഇല്ലെങ്കിൽ ബ്രേക്ക് ഓയിലോ എന്തെങ്കിലും കൊടുത്തിട്ട് നല്ലവണ്ണം ഇങ്ങനെ എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ബ്രേക്ക് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ WD-40 കൊടുത്തിട്ട് നല്ലവണ്ണം ലൂബ് ചെയ്ത് വിടണം ഈ ആക്സിലേറ്റർ
കേബിൾ ഇവിടെ ലൂബ് ചെയ്യുമ്പോൾ നേരെ ഇറങ്ങി ആ പെഡലിൻ്റെ അവിടെ ഒറ്റാൻ തുടങ്ങും. ബ്രേക്ക് ഓയിലാണ് ശരി, WD-40 ആണെങ്കിലും ശരി. ആ സമയത്ത് നമുക്ക് ബ്രേക്കിൻ്റെ ആക്സിലേറ്റർ കറക്റ്റായിട്ട് വർക്കിംഗ്, നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. ആ ഫീലിംഗ് കിട്ടുമ്പോഴും നമുക്ക് വണ്ടി സർവീസ് കഴിഞ്ഞ് ഓടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ തനിയെ ഓയിൽ സർവീസോ കാര്യങ്ങളോ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹിൻ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല രസമായിരിക്കും ഓടിക്കാനായിട്ട് പോളിസ്. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇവിടെ നിന്ന് വിടിച്ചതിന് ശേഷം 2 12 നെറ്റ് ഉണ്ട്, ചെക്ക് നെറ്റും ലോക്ക് നെറ്റും ഉണ്ട്. അത് അഴിച്ചതിന് ശേഷം മുകളിലേക്ക് പിടിച്ചിട്ട് അതിലേക്ക് അതിൻ്റെ ഒരു റബ്ബർ ബൂട്ടുമാരി ഉണ്ടാവും കേബിൾ. ഈ സാധനം അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിലെ WD-40 അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓയിലായാലും കൊടുത്താലും മതി. അത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ചായി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലേറ്റർ പെഡലിൻ്റെ അവിടെ അങ്ങനെ ഒഴുകി വരും. അതുവരെ ആക്കിയിട്ട് നല്ലവണ്ണം ഉള്ളിലേക്ക് ഇങ്ങനെ അതിൻ്റെ കേബിൾ ഇങ്ങനെ വലിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആവും കേബിൾ. അപ്പോൾ പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു 10,000 കിലോമീറ്റർ വരെ നമുക്ക് നല്ലൊരു ഫ്രീനെസ് നല്ലോണം ഫീൽ ചെയ്യും. വണ്ടി ഓടിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ അതുകൂടാതെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലിങ്കേജുകളുണ്ട്. ഈ ഫ്യൂൽ പമ്പിൻ്റെ ലിങ്കേജ് പറഞ്ഞാൽ കുറേ എണ്ണം വരും, 4-5 എണ്ണം വരും. ഇവിടെ നിന്ന് ഒരു റാഡ് വരുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റാഡ് വരുന്നുണ്ട്, സൈഡിലേക്ക് ഒരു റാഡ് വരുന്നുണ്ട്. അങ്ങനെ കുറേ റാഡുകളുണ്ട്. ആ റാഡിലൊക്കെ ചിലപ്പോൾ തുരുമ്പിൻ്റെ അംശം കൊണ്ട് ടൈറ്റ് ആവാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇതിൻ്റെ WD-40 നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കേസ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് മാറ്റിയതിന് ശേഷം WD-40 ഈ ലിങ്കേജിലേക്ക് വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി അതേപോലെ ഓടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അതും എന്തായാലും ചെയ്യുക. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒന്നുകൂടെ നല്ല സ്മൂത്തും അതുപോലെ നമുക്ക് ക്ലിയർ ആയിരിക്കും. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലാണ്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 വാഷർ വരുന്നുണ്ട്. ആ വാഷർ മസ്റ്റായിട്ട് ഇടുക. അതേപോലെ തന്നെ ഇതിലൊരു ബീഡിങ് പോലെ ഒരു സംഭവമുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിരിക്കും. ഇല്ലാത്ത പക്ഷം നമുക്കത് സൗണ്ട് ബിർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഉള്ളിൽ നിന്ന് ഹെവി ആയിട്ട് സൗണ്ട്, ഉള്ളിൽ നിന്നല്ല ഈ എയർ ഫിൽറ്റർ കേസിൽ നിന്ന് സൗണ്ട് വന്നിട്ട് ഉള്ളിലിരിക്കുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യും. ബിർന്ന് പറഞ്ഞിട്ടൊരു ഫീലിംഗ് നല്ലവണ്ണം കിട്ടും അതിനകത്ത്. അപ്പോൾ അതും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടും ഒഴിഞ്ഞു കിട്ടും. അതേപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റോപ്പർ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ആ സ്റ്റോപ്പർ ബോൾട്ടിൽ എപ്പോഴും ഗ്രീസ് ഇടുക. ഗ്രീസിൽ അതിലൊരു ജെന്യൂനായിട്ടൊരു കപ്പ് വരും, ഒരു നൈലോണിൻ്റെ ഒരു കപ്പ് ആ സ്റ്റോപ്പർ ബോൾട്ടിൽ വരും. ആ ബോൾട്ടിൽ വെച്ചാൽ തന്നെ കറക്റ്റ് നമ്മൾ ഫുള്ള് ഒടിച്ചിട്ട് വണ്ടി മൂവ് ആകുമ്പോൾ കിടക്കുന്നുള്ളൊരു സൗണ്ട് വരും ചില വണ്ടികളിൽ. അത് ആ സ്റ്റോപ്പർ ബോൾട്ട് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ആകുമ്പോൾ ഉള്ളൊരു സൗണ്ടാണ്. അപ്പോൾ അതും ഒന്ന് ഗ്രീസ് ചെയ്ത് ലൂബ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് സർവീസിൽ നമുക്ക് മെയിനായിട്ട്, ജനറൽ സർവീസിൽ എല്ലാ സർവീസിലും ചെയ്യേണ്ട ഒരു മെയിൻ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്ത് പിന്നെ എഞ്ചിൻ ഓയിലും കാര്യങ്ങൾ സർവീസിൽ എന്തൊക്കെയാണെന്നുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഷൻ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി നല്ല വൃത്തി ഉണ്ടാവും. അതേപോലെ തന്നെ ഓടിക്കാനും ശരി എല്ലാം കൊണ്ടും നല്ല സ്മൂത്തായിരിക്കും വണ്ടി. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഹൈലക്സിൻ്റെ മിറർ നമ്മൾ വെച്ച് കൊടുത്താണ്. ഹൈലക്സിൻ്റെ മിററിൽ ഇത് കണ്ടോ ഒരു പാട പോലെ എല്ലാ ഹാൻഡിൽ ക്രോമിൽ വരുന്ന എല്ലാത്തിലും ഉണ്ട്. അത് അവരുടെ അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. തമിഴ്നാട് വണ്ടിയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിനിഷിങ് ഇല്ലാത്തതുപോലെ. അത് നമ്മൾ കംപ്ലീറ്റ് മാക്സിമം പോളിഷ് ചെയ്ത് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നേരത്തെ അത് ഫുള്ള് ഒരു എന്താ പറയുക തുരുമ്പ് പിടിച്ച പോലെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ സർവീസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്ത് ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും ബൈ.